ഹായ് ഓൾ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാനസിക സംഘർഷം, കോമ്പറ്റീഷൻ, അഭിപ്രായ വ്യത്യാസം ഒക്കെ നേരിടുന്നവരുടെ എനർജി ഉള്ളവരെയാണ് ഇന്നിവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ മാനസികമായിട്ട് ഒത്തിരി സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്നാണ്. കുറ്റപ്പെടുത്തലുകൾ, കൂടെയുള്ളവർ തരുന്ന കോൺഫ്ലിക്ട്സ്, നിങ്ങളുടെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളുടെ അടുത്ത് നിന്നും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് പോലും ഒരു അവഗണന കിട്ടുന്ന സാഹചര്യം നിങ്ങൾ നേരിടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ സാഹചര്യം സൃഷ്ടിക്കുന്നവരെ വ്യക്തമായിട്ട് അറിയാവുന്നതിനാൽ തന്നെ നിങ്ങളുടെ മാനസികാഘാതം കൂട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എങ്കിലും നിങ്ങൾ തോറ്റ് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ തന്നെ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ മാത്രം തന്നെ ഈ സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാനാകും എന്നുള്ളൊരു ഡിവൈൻ മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങളിലോട്ട് വരുന്ന ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യുക. മാക്സിമം നിങ്ങൾ ഒന്നിനും ചെവി കൊടുക്കാൻ പോകാതെയും അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് ഒന്നിനും ഇൻവോൾവ് ചെയ്യാതെയും ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഈ ടൈമിൽ നിങ്ങൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ വളരെ ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങളോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡിനൊരു മാറ്റം വരുത്തുന്നതിനൊക്കെ ഇതൊരു സഹായകരമായിട്ടുള്ളൊരു ടിപ്പാണ്. നിങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാണായാമമൊക്കെ ഒരു 6 ടൈംസ് ചെയ്തിട്ട് നിങ്ങൾ മൈൻഡ് കാമാക്കി റിലാക്സ് മോഡിൽ എത്തുമ്പോഴേക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് അതുപോലെ തന്നെ വ്യക്തികൾ എന്തെല്ലാമാണോ അതെല്ലാം നിങ്ങൾ 1 by 1 ആയിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. അതിനുശേഷം അവർക്ക് മാപ്പ് കൊടുക്കുക. അതുപോലെ തന്നെ കൂടെ നിങ്ങളോട് അവർ ക്ഷമിച്ചതിനും നിങ്ങൾ അവരോട് നന്ദിയും പറയുക. നിങ്ങൾക്ക് പ്രോസസ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് നിങ്ങൾ ആദ്യം അവർക്ക് മാപ്പ് കൊടുക്കുക, ക്ഷമ കൊടുക്കുക. ശേഷം നിങ്ങളോട് അവർ ക്ഷമിച്ചതിന് അവരോട് നന്ദി പറയുക. ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു 21 ഡേയ്സ് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഒത്തിരി മാറ്റം ലൈഫിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കുക. ഇത് ക്ഷമാപണം പ്രാക്ടീസാണ്, അത് ചെയ്യുക കേട്ടോ. ഒത്തിരി മാറ്റം വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊരു പുതിയ തുടക്കത്തിലോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എല്ലാ യൂണിവേഴ്സിനും സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്നിവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം യൂണിവേഴ്സിന് സമർപ്പിച്ച് ഒരു പുതിയ തുടക്കം, അത് സ്പിരിച്വൽ ജേണിയിലോട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ യാത്ര എന്തായിത്തീരും എന്നുള്ള ഒരു ക്ലാരിറ്റിയും ഇല്ലാതെയാണ് നിങ്ങൾ സറണ്ടർ മോഡിൽ തന്നെ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ചധികം ഉത്തരവാദിത്തങ്ങളും മാനസിക സംഘർഷങ്ങളും അധിക ചുമതലകളും നിങ്ങളെ തളർത്തുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശാരീരികമായി അവശതകളും നിങ്ങൾക്കൊരു ബേർഡൻ തരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ ടെൻഷൻസ് ഒക്കെ ഒന്ന് റിലീസ് ചെയ്യുക എന്നാണ്. ഓവറായിട്ട് വർക്ക് ചെയ്യുന്നവർ ഒന്ന് റിലാക്സ് ആകാൻ ശ്രമിക്കുക. മാനസികവും ശാരീരികവുമായി ഇത്രയേറെ ബേർഡൻ ചുമക്കുന്ന നിങ്ങൾ സ്വയം നിങ്ങളെ കൂടെ ഒന്ന് പരിഗണിക്കാൻ ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഏറ്റെടുക്കുക എന്നും പറയുന്നുണ്ട്. മാനസികമായി നിങ്ങൾ റിലാക്സ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിലോട്ട് തിരിയാൻ ശ്രമിക്കുക എന്നും മെസ്സേജ് തരുന്നുണ്ട്. നിങ്ങൾ മ്യൂസിക്, മെഡിറ്റേഷൻ, യോഗ, ഗാർഡനിങ്, അങ്ങനെ എന്ത് ആക്ടിവിറ്റിയാണോ നിങ്ങളെ കൂടാൻ കാമാക്കാൻ സഹായിക്കുന്നത് അതിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇവിടെ പ്രത്യേകം മെസ്സേജ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്യുക. ഓവർ ബേർഡനൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കുക. മനസ്സിലുള്ള ടെൻഷൻസും ബഹളവും എല്ലാം നിങ്ങൾ ഒന്ന് മാറ്റി വെച്ച് മനസ്സൊന്ന് കൂളാൻ കാമാക്കാൻ ശ്രമിക്കുക. ഇവിടെ അടുത്ത മെസ്സേജ് കിട്ടുന്നത് നിങ്ങൾ ഇത്രയേറെ മെൻ്റൽ കോൺഫ്ലിക്ട്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള നർച്ചറിങ് എനർജി നിങ്ങൾക്ക് തന്നെ ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനെയും അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഉൾക്കരുത്ത് നിങ്ങൾക്ക് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ സോള് നിങ്ങൾക്ക് ഈ എനർജി തന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ സ്റ്റേജിലുള്ള നിങ്ങളെ സോള് നയിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളുടെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റിയിലോട്ടാണ്.
അതിലൂടെ നിങ്ങൾക്ക് ഒരു അബണ്ടൻസിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് നിങ്ങളെ സോള് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നർ പീസ് കിട്ടുന്നതിലേക്കും അതുപോലെ തന്നെ നിങ്ങളെ ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങളിലോട്ട് ഓപ്പണായി വരുത്തുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ സോള് നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന പോലെ തന്നെ നിങ്ങളെ ഡിവൈനും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒറ്റയ്ക്കുള്ള നിങ്ങളുടെ ഈ ഫൈറ്റിൽ, നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഗൈഡൻസും തരാനായിട്ട് ഡിവൈൻ കൂടെ ഉണ്ടെന്നുള്ളൊരു മെസ്സേജും നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ താങ്ങി നിർത്താൻ ഇവിടെ ഡിവൈൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ തരുന്നത്. അത് ലൈഫിൽ നിന്ന് കുറേയേറെ പാഠം പഠിച്ച നിങ്ങൾ ആ എക്സ്പീരിയൻസിലോട്ടെല്ലാം ഒരു തിരിഞ്ഞോട്ടം നടത്തുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കണ്ട എന്നൊക്കെയുള്ളൊരു ചിന്തകളും നിങ്ങളെ അലട്ടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓരോ എക്സ്പീരിയൻസും ഓരോ പാഠങ്ങളാണ് എന്നുള്ളൊരു തത്വം അംഗീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഡിവൈൻ മെസ്സേജാണ് ഇവിടെ തരുന്നത്. എല്ലാത്തിനും ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ ആ ബൗണ്ടറി സെറ്റ് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോവുക എന്നാണ് ഡിവൈൻ ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത്. ഒന്നിനും ഇനി അവസരം കൊടുക്കാതെ സ്വന്തം വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി ധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അടുത്തതായി നിങ്ങൾ ഈക്വൽ ആയിട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. ഗിവ് ആൻഡ് ടേക്കിന് ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. നിങ്ങൾ ഓവറായിട്ട് ഒന്നും കൊടുക്കരുത്. കൊടുക്കുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന എന്താണോ അതിന് തിരികെ നിങ്ങൾക്ക് മൂല്യം സെയിം ഇതിൽ തന്നെ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മൂല്യം കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കുക എന്നുള്ളൊരു ഡിവൈൻ മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഗിവറായിട്ട് തന്നെ മാത്രം തുടരാതെ നിങ്ങൾ സ്വീകരിക്കാൻ കൂടി പഠിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഡിവൈൻ തരുന്നത്. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ പാകത്തിനുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോട്ട് പോകുന്നതായിട്ടും ഇവിടെ മെസ്സേജ് ഇവിടെ ഡിവൈൻ തരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ ആരെങ്കിലും സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്നേഹം അല്ലെങ്കിൽ മറ്റു രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചു തരുന്ന രീതിയിൽ അത് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കുക. എന്താണോ കൊടുക്കുന്നത് അത് സെയിം വാല്യൂവിൽ തന്നെ തിരിച്ചു കിട്ടണം എന്നല്ല. ഇപ്പോൾ അതിന് കഴിയാത്തവർ മറ്റു പല രീതിയിലും നിങ്ങൾക്ക് തിരികെ തരണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ സെയിം ആയിട്ട് അത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രോത്തിന് തടസ്സം നിൽക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സെൽഫ് വർത്ത് മനസ്സിലാക്കി ഇനി നിങ്ങളുടെ വാല്യൂ ഒരിടത്തും താഴ്ത്തിക്കെട്ടാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തി മുന്നോട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ നെഗറ്റീവ് കാര്യങ്ങളെയും മനസ്സിൽ നിന്ന് നിങ്ങൾ അകറ്റി നിങ്ങൾക്ക് ബ്ലോക്കേജ് സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ ആണ് ഇതെല്ലാം എന്നുള്ള തിരിച്ചറിവിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ഡിവൈൻ കൊണ്ട് ചേർക്കുന്നത് ഒരു ഹ്യൂജ് സക്സസ്സിലോട്ടാണ്. ഒരു വേൾഡ് കാർഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്ന പഴയ സൈക്കിളെല്ലാം കംപ്ലീറ്റ് ആക്കി സക്സസിൻ്റെയും അതുപോലെ തന്നെ നേട്ടങ്ങളുടെയും ലോകത്തിലോട്ട് നിങ്ങളെ ഡിവൈൻ കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിട്ടുള്ളൊരു വിജയത്തിലോട്ടാണ് നിങ്ങളെ ഡിവൈൻ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. ഒരു പവർഫുൾ ആയിട്ടുള്ള വിജയത്തിൻ്റെ ലോകം നിങ്ങൾക്കായി സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ ഈ എനർജി സ്ട്രോങ് ആയിട്ട് ക്ലെയിം ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. കാരണം അത്രയ്ക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഹൈ എനർജി വൈബാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്കായി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടും അതൊന്ന് ക്ലെയിം ചെയ്യാൻ നോക്കുക കേട്ടോ. കൃത്യമായിട്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്ത് കളയുക. ഒരു ഹ്യൂജ് സക്സസ് അക്സെപ്റ്റ് ചെയ്ത് ജീവിച്ച് കാണിക്കേണ്ടവരാണ് നിങ്ങൾ എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഡിവൈൻ തരുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ
നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വിലങ്ങുതടിയായി മാറാതെ ഹീലിംഗ് പ്രോസസ്സും ഫോർഗീവ്നെസ് പ്രാക്ടീസും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ എനർജി ഹൈ ലെവലിലോട്ടാക്കി മാറ്റുക. ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ എനർജിയിലോട്ട് എത്തിച്ചേരേണ്ടവരാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കളയാനുള്ളതെല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കളയുക. ഇത് എല്ലാവർക്കും ഉള്ള മെസ്സേജ് അല്ല, ഇത് മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് മാത്രമാണ്. ഇതിൽ ഓൾറെഡി ലെറ്റ് ഗോ ചെയ്യുന്നവരുടെ എനർജിയും ഇവിടെ കണക്റ്റഡ് ആണ്. അല്ലാത്തവർക്കുള്ള മെസ്സേജാണിത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ തന്നെ ഒരു ബ്ലോക്കായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിൽക്കരുത് എന്നത്, ഇമോഷണൽ ബ്ലോക്കേജ് ഉണ്ടാക്കി നിൽക്കരുത് എന്നൊരു മെസ്സേജാണ് ഇവിടെ ഡിവൈൻ തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ സന്തോഷവും സമാധാനവും ഒക്കെ വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലോങ് ടേം സ്റ്റെബിലിറ്റിയിലോട്ട് അത് നിങ്ങളോട് കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫിനാൻഷ്യലി ആയിരുന്നാലും അതുപോലെ തന്നെ ഇമോഷണലി ആയിരുന്നാലും നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ആൻസിസ്റ്റേഴ്സ്, അതുപോലെ മെൻറ്റേഴ്സ്, പാരൻസ് ഒക്കെ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആകെ ഒരു ലൈഫ് ഫുൾഫിൽമെൻറ്റിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള പിന്നെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കൊരു അംഗീകാരം മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാൻ പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെ കുറ്റം പറഞ്ഞ് പഴഞ്ഞിട്ടിരുന്നവർ പോലും നിങ്ങളെ അനുമോദിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ എഫേർട്ടിനുള്ള എല്ലാ റിവാർഡും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ സമൂഹം അംഗീകരിച്ച് ഒരു ലീഡറായിട്ട് സെലക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിൽ അഭിമാനത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കോൺഫ്ലിക്ട്സും ഓവർ ബർഡനും ഒക്കെ തരണം ചെയ്ത് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് ഒരു സക്സസിൻ്റെ ലോകത്തോട്ടാണ് എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അബണ്ടൻസ് പ്ലസ് ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ആണ്. കഴിഞ്ഞിട്ടിരിക്കുന്നവർ പോലും നിങ്ങളെ അംഗീകരിക്കുന്ന തരത്തിലുള്ളൊരു പബ്ലിക് റെക്കഗ്നീഷൻ നിങ്ങളോട്ട് വരുന്നതായിട്ടും അതിൽ തന്നെ നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടുമാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത്. നിങ്ങളൊരു പ്രത്യേക കാര്യം ഇവിടെ ഓർക്കുക, നിങ്ങളുടെ ഈഗോ വർക്കൗട്ട് ആകാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെയൊന്നും എടുക്കരുത്. അത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർക്കുക. എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇമോഷൻസിനനുസരിച്ചായിരിക്കും ഇത്തരം സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ ഡിവൈൻ തരുന്നുണ്ട്. അതുകൊണ്ട് ഓർമ്മിച്ചും ആലോചിച്ചും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി പിന്നെ ഹീലിംഗ് ചെയ്യേണ്ട വിധമാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് ഇത്. ബാക്കിയുള്ളവരിത് ഹീലിംഗ് ഒക്കെ അറിയാമെന്നുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഹൈ വൈബിൽ വന്ന് നിങ്ങളിതെല്ലാം ഈ എനർജി എല്ലാം നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഹീലിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പരാതി പരിഭവങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ എല്ലാം യൂണിവേഴ്സിന് ഒരു ലെറ്റർ ആയിട്ട് എഴുതിയിട്ട് അത് യൂണിവേഴ്സിന് കത്തിച്ച് കളഞ്ഞ് യൂണിവേഴ്സിലോട്ട് അങ്ങ് സമർപ്പിക്കുക. പിന്നെ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. ഫോർഗിവ്നെസ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മെഡിറ്റേഷൻ ചെയ്യുക. കാമാവുമ്പോഴേക്കും നിങ്ങൾ ക്ഷമ ചോദിക്കുക, ക്ഷമ കൊടുക്കുക. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. നിങ്ങൾക്ക് ഇത്രയും നാൾ നിങ്ങൾ എന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ടോ അത് നമ്മളിപ്പം പൈസ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം മണിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുണ്ടോ, അത് നിങ്ങളുടെ ഹെൽത്തിനായിരുന്നാലും വെൽത്തിനായിരുന്നാലും കരിയറിനായിരുന്നാലും റിലേഷൻഷിപ്പിനായിരുന്നാലും എന്തൊക്കെ കാര്യത്തിന് നിങ്ങൾ ഇതുവരെ അച്ചീവ് ചെയ്തെത്തിയിട്ടുണ്ടോ അതിനെല്ലാം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഹോ ഓപ്പനോപ്പനോ, അത് ഹോ ഓപ്പനോപ്പനോ എന്ന് പറയുന്നത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഐ ആം സോറി യൂണിവേഴ്സ്, പ്ലീസ് ഫോർഗിവ് മീ യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, ഐ ലവ് യു യൂണിവേഴ്സ്. അത് 108 തവണ ഡെയിലി ചാൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി മണി ബ്ലോക്കേജസ് ഉള്ളവരാണെങ്കിൽ ഈ ഹോ ഓപ്പനോപ്പനോ തന്നെ മണിക്ക് വേണ്ടിയിട്ട് പറയുക. അതായത് ഐ ആം സോറി മണി, പ്ലീസ് ഫോർഗിവ് മീ മണി, താങ്ക് യു മണി, ഐ ലവ് യു മണി. ഇത് 108 തവണ പറയുക. ഇത് രണ്ടും കൂടെ നിങ്ങൾ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരുന്നതായിട്ട്
നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ്. മുടങ്ങാതെ തന്നെ നിങ്ങൾ ചെയ്യുക. മുടക്കം വരും, തടസ്സം ഉണ്ടാകാൻ ശ്രമിക്കുക. തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇത് ചെയ്യുന്നതിൽ നിന്ന് മുടക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ശ്രമങ്ങളുണ്ടാകും. നിങ്ങളത് വകവയ്ക്കാതെ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഈ എനർജിയൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.